നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയായിരുന്നു? ഒന്ന് യൂറിനറി തിയറി ഓഫ് ഇന്റലിജൻസ് ഡിസ്കസ് ചെയ്തു. അതെന്ന് പറയുന്നത് എന്താണ്? വൺ ഫാക്ടർ തിയറി ആയിരുന്നു. ഒരേ ഒരു ഫാക്ടറിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ടു ഫാക്ടർ തിയറി. അതിൽ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്നാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ഫാക്ടേഴ്സ് ആണ്. ഇന്റലിജൻസിന്റെ മൂന്ന് ഫാക്ടേഴ്സ് ആണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് റോബർട്ട് ജെ സ്റ്റേൺബർഗ് എന്ന് പറഞ്ഞ ഫിലോസഫർ ആണ്. അപ്പം അക്കോർഡിംഗ് ടു റോബർട്ട് ജെ സ്റ്റേൺബർഗ് എന്തുണ്ട്? ഇന്റലിജൻസ് ഹാസ് ഗോട്ട് ത്രീ ഫോംസ്. ഇന്റലിജൻസിന് മൂന്ന് ഫോം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ത്രീ ഫോംസ്? ആദ്യത്തേത് പറയുന്നത് അനാലിറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തത് എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ്. മൂന്നാമത്തത് പറയുന്നത് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഇത് മൂന്നുമാണ് എന്ത്? ഇന്റലിജൻസിന്റെ മൂന്ന് തരങ്ങൾ. അപ്പം സ്റ്റേൺബർഗ്, അക്കോർഡിംഗ് ടു സ്റ്റേൺബർഗ്, ഇന്റലിജൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇന്റലിജൻസ് ഇസ് ഹൗ വെൽ ആൻ ഇൻഡിവിജ്വൽ ഡീൽസ് വിത്ത് എൻവയോൺമെന്റൽ ചേഞ്ചസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അതായത് ചുറ്റുപാടുമുള്ള ചേഞ്ചുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് എങ്ങനെ ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് എന്ത്? ഇന്റലിജൻസ്. സ്റ്റേൺബർഗിന്റെ ഇന്റലിജൻസിന്റെ ഡെഫിനേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ഇന്റലിജൻസും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് പൊതുവെ ഈ പഠിത്തവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അക്കാഡമിക് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എന്താണ്? ഇറ്റ് ഇസ് ദ നോളേജ് അക്വസിഷൻ കോമ്പണന്റ് ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ അക്കാഡമിക് പ്രൊഫിഷ്യൻസി ഓർ അച്ചീവ്മെന്റ്സ്. അതായത് നമുക്ക് പറഞ്ഞു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും തമ്മിൽ ഈ ഒരു എന്താ പറയാ പഠിക്കുന്നത് തമ്മിലുള്ള ഒരു ബന്ധം, കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? അനാലിറ്റിക്കൽ ഇന്റലിജൻസിൽ വരുന്നതാണ്. പൊതുവെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബുക്ക് സ്മാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ബുക്സ് മനസ്സിലാക്കാൻ വളരെ സ്മാർട്ട് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ്? നന്നായിട്ട് ആ ഒരു ഒരു എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് നന്നായിട്ട് മനസ്സിലാക്കാനും അത് അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ ബാക്കി കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള കഴിവ് എന്തുണ്ടാവും? ഇവർക്ക് ഉണ്ടായിരിക്കും. സോ ഇവരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അനാലിറ്റിക്കൽ എബിലിറ്റി ആണ്. അതായത് ഒരു കാര്യം നന്നായി മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ക്രിട്ടിക്കലി അത് കാണാനൊരു എബിലിറ്റി ഉണ്ട്. ആ ഒരു സംഭവം ജഡ്ജ് ചെയ്യാൻ, കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ നല്ലൊരു ഇന്റലിജൻസ് ഉണ്ട്. പിന്നെ എന്താണ്? തമ്മിൽ കമ്പയർ ചെയ്യുക, കോൺട്രാസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക, അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് അസസ് ചെയ്യുക. ഇതിനെല്ലാം ഒരു പ്രത്യേക കഴിവ് ഈ ഒരു അനാലിറ്റിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളിന് ഉണ്ടായിരിക്കും. സോ ഇതാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരിക. പൊതുവെ നമുക്ക് കാണാം അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സയന്റിസ്റ്റ്, ഇവരൊക്കെ എന്തായിരിക്കും? പൊതുവെ അനാലിറ്റിക്കലി ഇന്റലിജന്റ് ആളുകൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നും ഒരു പഴയ രീതിയിൽ തന്നെ ചെയ്യാനല്ല, ഒരു എന്താ പറയാ അവരുടേതായ ഒരു ടച്ച് കൊണ്ടുവരാൻ, ഒരു എന്താ പറയാ ഇന്നോവേറ്റീവ് ആയിട്ട് ആലോചിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രിയേറ്റീവ്ലി ഇന്റലിജന്റ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്താലും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലാതെ പഴയത് തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നതിലും ഒരു ആലോചിച്ച് പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഇന്റലിജന്റ്, അങ്ങനെ ഒരു കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രിയേറ്റീവ്ലി ഇന്റലിജന്റ് ആൾക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, so it's the ability to cope with novel situations and process information automatically, and it is about the capacity of an individual to be intellectually flexible. ഓക്കെ, ഇന്റലക്ച്വൽ ഫ്ലെക്സിബിളും ആവണം. എന്താണ്? നമ്മൾ നമുക്കുള്ള നോളജ് എല്ലാം യൂസ് ചെയ്ത് അത് നമുക്ക് വേറൊരു സിറ്റുവേഷനിൽ വേറൊരു രീതിയിൽ കൊണ്ടുവരാൻ, ആൻഡ് ഇന്നോവേറ്റീവ്, അല്ലേ? ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയേറ്റീവ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? അവർ പൊതുവെ ക്രിയേറ്റീവ് ആയിരിക്കും, ഇമാജിനേറ്റീവ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും. അവർക്ക് നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിൽ കണ്ട് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊരു രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. പെയിന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഈ മൂവി ഡയറക്ടേഴ്സ്, അങ്ങനെയൊക്കെ നോക്കിയാൽ അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? ക്രിയേറ്റീവ്ലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാം.
ഇനി മൂന്നാമത്തെ തരം പറയുന്നത് എന്താണ്? കൺസെപ്ച്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. ഇവരെ വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ സ്മാർട്ട് ആൾക്കാർ എന്ന് പറയും, അല്ലെങ്കിൽ സിറ്റുവേഷണൽ സ്മാർട്ട് പേഴ്സൺസ് പറയും. എന്താ അതിന്റെ അർത്ഥം? അതായത് ഒരു സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിനൊത്തവണ്ണം പെരുമാറാനും ആ സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും തനിക്ക് പറ്റുന്നത് പോലെ ആ സാഹചര്യത്തെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തനിക്ക് എന്ത് ആ സാഹചര്യത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യൻസിനെ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇവരൊക്കെ എന്താണ്? വളരെ പ്രാക്ടിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓരോ സാഹചര്യത്തിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ കോമൺ സെൻസും അവരങ്ങ് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള കഴിവും ഇതെല്ലാം എന്തുണ്ട്? അവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഈ ഈ ഈ ഒരു കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ, ഇവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിറ്റുവേഷണലി സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? അവർക്ക് നല്ല കോമൺ സെൻസ് ഉണ്ടാവും, അഡാപ്റ്റേഷൻ സ്കിൽസ് ഉണ്ടാവും, അവർക്ക് എന്ത് ചെയ്യാൻ അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ട്, പൊതുവെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നന്നായിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ അവരുടെ ജനറൽ ആയിട്ട് കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ട്രാക്ക് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. അത് പ്രപ്പോസ് ചെയ്തത് സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് പ്രപ്പോസ് ചെയ്തത് എന്താണ്? ഇന്റലിജൻസ് 3 തരത്തിലാണ് ഉള്ളത് എന്നാണ് പ്രപ്പോസ് ചെയ്തത്. ആ 3 ഇന്റലിജൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. 1 അനാലിറ്റിക്കൽ ഇന്റലിജൻസ്, 2 ക്രിയേറ്റീവ് ഇന്റലിജൻസ്, 3 പ്രാക്ടിക്കൽ ഇന്റലിജൻസ്.